ചെങ്കടലിൽ യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ ചരക്ക് കപ്പൽ MSV ഫൈസി നൂർ ഒലിക്ക് നേരെ പ്രൊജക്ടൈൽ ആക്രമണം നടന്നു. ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട കപ്പൽ തലകീഴായി മറിഞ്ഞ് കടലിൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരെയും ഒരു യമൻ പൗരനെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയ 14 ജീവനക്കാരെയും യമനിലെ മൊക്ക തുറമുഖത്ത് സുരക്ഷിതമായി എത്തിച്ചതായാണ് വിവരം. കപ്പലിന് നേരെ നടന്നത് പ്രകോപനമില്ലാത്ത ആക്രമണമായിരുന്നു. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാളും വിദേശകാര്യ മന്ത്രാലയവും ആക്രമണത്തിൽ ശക്തമായി അപലപിച്ചു. മേഖലയിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന് കർശന നിർദ്ദേശവും നൽകി. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യമൻ അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അറിയിച്ചു. അതേസമയം ജീവനക്കാരെ വേഗത്തിൽ രക്ഷപ്പെടുത്തിയ യമൻ ഭരണകൂടത്തിനും കോസ്റ്റ് ഗാർഡിനും ഇന്ത്യ നന്ദി അറിയിച്ചു. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്നതിനിടെ ഇന്നലെ ഹോർമൂസ് കടലിടുക്കിന് സമീപം മറ്റൊരു വിദേശ ചരക്ക് കപ്പലിന് നേരെയും സമാനമായ ആക്രമണം നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.